ഇത് കർമ്മലറാം റോഡാണ്. ബസ് ഉണ്ടല്ലോ, ബസ് പോകുന്നുണ്ട്. കേരള സ്വാദ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കേരള ഹോം മാർക്കറ്റ് ഇടാം. മാംഗോസ്റ്റിൻ 300 രൂപ. റംബൂട്ടാൻ 320 രൂപ കിലോ. ഇത് മല്ലികയാണ്, മല്ലികയാണ്. മുന്തിരി നോക്കി സീഡ്ലെസ് ആണ് കൊണ്ടിട്ടാ. വെള്ളരി, ഇഞ്ചി, ബീൻസ്, ഇതാണ് കോവയ്ക്ക. വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നാട്ടിൽ നിന്ന് തന്നെ ഇവിടെ ബാംഗ്ലൂർ കിട്ടുന്ന അത്ര നല്ലതല്ല, ചെറുതായിരിക്കും. മുളക്, ക്യാപ്സിക്കം, മുളക്, ക്യാപ്സിക്കം, നാളികേരം. കൊപ്ര, പൂവമ്പഴമാണത്. ഇതാണ് എന്ത് കപ്പ അല്ലേ? എല്ലും കപ്പല്ലേ? കപ്പ കാണിച്ചത്. കപ്പ. രണ്ട് കപ്പ ഇടോ അതിൽ. ഈ മതി മതി, ഇത് മതി. 2 കപ്പ ഇടോ. താങ്ക്സ്. കപ്പ മതി മതി. കറി കാണിച്ചത് ചിക്കൻ. ഇത് ഗ്രേവി. അതാണ് ചിക്കൻ കറി. പാർസൽ ചെയ്യുമ്പോൾ ഇതെല്ലാം സെയിം സ്റ്റോറിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. റൈറ്റ് സൈഡിൽ ഇവർക്ക് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒരു ടീ സ്റ്റോർ ഉണ്ട് കേട്ടോ. ഇത് ബീഫ് റോസ്റ്റ് എന്നത് കാണിച്ചാ. ഇത് തുറ. ഇതാണ് ബീഫ് ഫ്രൈ. പിന്നെ ബീഫ് റോസ്റ്റ്. അത് ലാസ്റ്റ് ബീഫ് റോസ്റ്റ് ആണോ അത്? ചക്കിലാട്ടി വെച്ച പുളി. പഴംപൊരി.
നാട്ടിലത്ര ക്വാളിറ്റി ഇല്ല, എന്നാലും എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഇല എത്രയുണ്ട്? പൊറോട്ട സഞ്ചി എടുക്കാനായിട്ട് വന്നതാണേ. അപ്പോൾ അവിടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഞ്ചി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. കാറ് പാർക്ക് ചെയ്ത് കൊടുത്ത് വന്ന് സഞ്ചി എടുക്കാം. ഇത് നമ്മൾ സ്ഥലം ബാംഗ്ലൂർ കർമ്മലറാമാണ്. അപ്പോൾ ഞാൻ സഞ്ചി ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ കാറിവിടെ വെച്ചിട്ടുണ്ട്. ഉള്ളിൽ എവിടെയാ ഇത്? കർമ്മലറാം സെൻറ്ററാണ്, വഴിയാണ് ഇവിടെ. അവിടെ അതാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ സഞ്ചി വെച്ചിട്ടുണ്ട് ഇവിടെ. യെസ്, ഓക്കെ. സഞ്ചി എടുത്ത് തിരിച്ചു പോവാണ്. എല്ലാ സാധനവും കിട്ടും. നമ്മുടെ നാട്ടിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വരും. അപ്പോൾ നമ്മളത് മേടിക്കാൻ വേണ്ടി എല്ലാ സാറ്റർഡേ ഇവിടെ വരും. ഇതാണ് ആ ഷോപ്പ്, കേരള മാർട്ട്. കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും കിട്ടും. ചക്ക, ഒരു വണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ. ഉണ്ടോ? വന്നിട്ടുണ്ടാണ്ട ഇവിടെ വന്നിട്ടുണ്ടാണ്ട. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. മഴ പെയ്യുന്ന വെച്ചിട്ട് മഴയൊന്നും പെയ്തില്ല അല്ലേ? ഇന്ന് സാറ്റർഡേ 30th May 2026 അല്ലേ? ഉച്ചതിരിഞ്ഞ് ഇറങ്ങിയതാണ് കടയിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. ഇവിടെ കേരള മാർക്കറ്റ് ഉണ്ടായിരുന്നു, അവിടെ സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോവാണ്. സർജാപൂർ റോഡെത്തി നമ്മളിനി തിരിച്ച് ഇവിടേക്ക് എത്തണം, മാർപ്പള്ളി എത്തണം. തിരിച്ചു പോവാണ്. യൂട്ടേൺ എടുത്തിട്ട് വേണം നമുക്ക് തിരിച്ചു വരാൻ. ഇതൊരു വസുന്ധര, നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. ഭയങ്കര തിരക്കാണ് ഇപ്പോൾ ഇവിടെ. വസുന്ധര പാലസ് ഭയങ്കര തിരക്കാണ്. ഡെക്കാത്തലോണുണ്ട് ലെഫ്റ്റില്. ഡിമാർട്ടുണ്ട്, നിങ്ങൾ അവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ മേടിക്കുക. മന്ത്ലി വൺസ് ഒക്കെ വരും. ഇവിടെ കുറേ
തിരിച്ചു പോകുന്നത് JCR ലേഔട്ടിലൂടെ എത്തണം. ഇവിടെ റൈറ്റിലൊരു ഡിമാർട്ട് ഉണ്ട്. ഡിമാർട്ട് കഴിഞ്ഞാലാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ സ്റ്റോപ്പ് വരുന്നത്. എപ്പോഴും തിരക്കില്ല. ഇവിടെ ഒരു കോഫി ഉണ്ട്, ആജീവൻ കോഫി. ഓക്കെ, ഡിമാർട്ടിലോട്ട് പോകാനുള്ള തിരക്കാണ്. ഇതാണ് ഡിമാർട്ട് റൈറ്റ്. നല്ലൊരു ചായക്കടയുണ്ട്, ഫേമസ് ആണ്. കേരള ചെറിയൊരു ടീ സ്റ്റോളുണ്ട്. അവിടെ നിന്നാണ് നിങ്ങൾ എപ്പോഴും ചായ കുടിക്കാറ്. ചായയും പഴംപൊരി നല്ല രസമാണ്. എല്ലാ കടികളും കിട്ടും. പഴംപൊരി, പരിപ്പ് വട, ഉഴുന്ന് വട, ബോണ്ട. പിന്നെ അതേമാതിരി തന്നെ അവർ വീട്ടിൽ വെച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് വിൽക്കും. 150 രൂപയാണ് ബിരിയാണി. ബിരിയാണി ഒക്കെ പോരാ. സ്പോട്ടായി കഴിഞ്ഞത്. ഇതാണ് റൈറ്റിൽ എൻട്രൻസ് കേട്ടോ. കർമ്മലറ റെയിൽവേ സ്റ്റേഷൻ എൻട്രൻസ് ആണ് റൈറ്റ്. ചെറിയൊരു എൻട്രൻസ് ആണ്. പാർക്കിംഗ് ഒക്കെ നമ്മുടെ കർമ്മല റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെ കേട്ടോ. റൈറ്റ് കെഫേ റൈറ്റ് കെഫേ കണ്ട അത് മലയാളീസിൻ്റെ അടുത്തിട്ട് ഈ ഒരു ചായക്കട. ഇവിടെ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഭയങ്കര പൊടിയും ബ്ലോക്കാണ്. ഇതിലായിരുന്നു പണ്ട് കർമ്മലറാമിൽ പോകുന്ന വഴി. ഈ ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. റെയിൽവേ ഓവർ ബ്രിഡ്ജ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളായി പണി തുടങ്ങിയിട്ട്. ഇതുവരെ അത് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ പണി. ഇവിടെ HDFC ആക്സിസ് ബാങ്ക് HDFCയുടെ ATM ഉണ്ട് റൈറ്റിൽ. ഇവിടെ കുറേ കടകളുണ്ട്. ഇവിടെ ഒരു പ്രശസ്തമായിട്ടുള്ളൊരു തെലുഗു ഹോട്ടലുണ്ട് കേട്ടോ. ചെറിയൊരു ടിഫിൻ കടയാണ്. പക്ഷേ ഇവിടെ ഒരു ക്ലൗഡ് കിച്ചൻ്റെ ഓഫീസുണ്ട്. അവിടെ ഭയങ്കര പോപ്പുലറാണ്. അവിടെ ഒരു തെലുഗു കഫേ. നിങ്ങൾ എല്ലാ പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് വരും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഇവിടുത്തെ ഇഡലി സാമ്പാർ ഭയങ്കര സ്പെഷ്യലാണ്. ഇവിടുത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ നമുക്ക് അവിടെ കറികളും ഒരു ചട്നി ഇതെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ റെസ്റ്റോറൻറ്റിൽ. ലളിത എന്നാണ് പേര് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അടുത്തായിട്ടുള്ള ചട്നി എല്ലാം എടുക്കാം. ലളിത ഭവൻ എന്ന് പറഞ്ഞിട്ട് ഇതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്. ചെറിയൊരു കഫേയാണ്, പക്ഷേ ഭയങ്കര നല്ല ഫുഡാണ്. അൺലിമിറ്റഡ് ആണ് കറീസൊക്കെ. പിന്നെ കുറേ ഇവിടെ അടുത്ത് കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, കുറേ കഫേകളുണ്ട്. 50 രൂപയുള്ള മസാല ദോശയ്ക്ക്. പിന്നെ പുളിയോഗ്ര, അവിടുത്തെ പൊങ്കൽ ഒക്കെ ഭയങ്കര പോപ്പുലറാണ്. ഇവിടെ ഒരു ഹൈദരാബാദി, ഗുണ്ടൂർ ഹൈദരാബാദി ദം ബിരിയാണി സെൻ്ററിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. അത് നല്ല മുകളിൽ, അത് നല്ല കടയാണ്. പിന്നെ ഞങ്ങൾ സ്ഥിരം ലഞ്ച് കഴിക്കാൻ വരുന്ന കടയാണ്, ഒരു ഹോട്ടലാണ് റൈറ്റ് സൈഡിൽ ഇനി വരുന്നത്. ഇവിടെ നമുക്ക് 60 രൂപയ്ക്കല്ലേ, 60 രൂപയ്ക്ക് മിനി ലഞ്ച് കിട്ടും. വളരെ ഫേമസ് ആണ്. വിഷ്ണുപ്രിയ എന്നാണ് ഹോട്ടലിൻ്റെ പേര്, റൈറ്റ് സൈഡിൽ. ഇതൊക്കെയാണ് ഈ ഏരിയയിലെ പ്രശസ്തമായിട്ടുള്ള ഹോട്ടലുകളും ഫുഡ് പോയിന്റുകളും. ഇവിടെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് ഗേറ്റാണ്. എല്ലാ ടെക് പാർക്കിൻ്റെ ബാക്ക് ഗേറ്റാണ് ഇതിൽ. ഇത് കൂടെയാണ് ട്രാഫിക് ഒഴിവാക്കിയിട്ട് നമുക്ക് കിടക്കാം. സിസ്കോൻ്റെ ബാക്കാണ്. സിസ്കോൻ്റെ ബാക്ക്. ഇവിടെ തന്നെ കുറേ ലേഡീസ് പി ജികളുണ്ട്, കോ ലിവിങ് പി ജികളുണ്ട്, ബോയ്സ് പി ജികളുണ്ട്. കുറേ അധികം കടകളുണ്ട് കേട്ടോ.
8,000 റുപ്പീസ് തൊട്ടാണ് പി ജികൾ ഉണ്ട് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ ഫുഡ് അടക്കമാണ്, വൈഫൈ, കോ ലിവിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. മിക്സ്ഡ് പി ജി ഉണ്ട്, വൈഫൈ ഫ്രീ ആണ്, 3 നേരം ഭക്ഷണം ഫ്രീ ആണ്, ഇൻക്ലൂഡഡ് ആണ് ഫുഡ്. ഇവിടെ കണ്ട കുറേ പി ജി, വർഷി, ശ്രീ തിരുമല, ഹാപ്പി ലൈറ്റ്, അങ്ങനെ കുറേ പി ജി ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ എല്ലാ ടെക് പാർക്കിലും ജോലി ചെയ്യുന്ന ആൾക്കാർ ഇവിടെയാണ് വന്ന് താമസിക്കുന്നത്. ജെൻസ് ഇനി ഇവിടെ നമ്മുടെ അപ്പാർട്ട്മെന്റ്സിന്റെ ഏരിയ ആണ്. രോഹൻ ഇച്ഛ ഉണ്ട്, 1 ലക്ഷത്തിനൊക്കെ കിട്ടുന്നത് വിചാരിക്കും. രോഹൻ ഇച്ഛയുടെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്, വളരെ വലിയ അപ്പാർട്ട്മെന്റ്. ZH ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു. സ്കൂളുണ്ട്, സ്കൂള് ന്യൂ ഹൊറൈസൺ ഗുരുകുലുണ്ട്, പ്രീ സ്കൂളുണ്ട്. ഇവിടെ വെച്ചാൽ നമ്മുടെ കുറേ ടെക് പാർക്കുള്ളത്, നമ്മുടെ ഈ പറഞ്ഞ സിസ്കോ, ബാറ്റ്മാൻ, പിന്നെ ഇക്കോ സ്പേസ്, ഹൈടെക്, ആക്സെഞ്ചറിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ എളുപ്പമാണ് ഈ ഏരിയയിൽ താമസിക്കാനായിട്ട്. കുറേ പേര് ഈ ഏരിയയിലാണ് താമസിക്കുന്നത്. കുറച്ചുകൂടി ഇൻറ്റീരിയറാണ്, തിരക്കൊന്നും ഉണ്ടാവില്ല, ആദ്യം ട്രാഫിക് ഉണ്ടാവില്ല. മെയിൻ റോഡിലുണ്ടാവും ട്രാഫിക്, എന്നാലും ഈ വഴിയിലൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് ഈ ഏരിയയിൽ വീടെടുക്കുന്നതായിരിക്കും നല്ലത്. നാട്ടിൽ നിന്ന് വരുന്ന കുറേ പേർക്ക് ഈ ഒരു കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന, ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ബലന്തൂർ ഏരിയയുടെ അടുത്താണ് ഈ കാട് പീസിനഹള്ളി എന്ന് പറയും. സ്ഥലത്തിൻ്റെ പേര് കാട് പീസിനഹള്ളിയാണ്. അവർക്ക് ഓഫീസിൽ പോയി വരാനും എളുപ്പമാണ്. നമ്മൾ ബലന്തൂരുള്ള ഓഫീസിൽ പോയി വരാൻ എളുപ്പമാണ് ഈ കാട് പീസിനഹള്ളി താമസിക്കുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു 2 BHK ഒരു 30,000 നമുക്ക് കിട്ടും കേട്ടോ. മെയിൻ്റനൻസ് അടക്കം 2 months അഡ്വാൻസ്. പിന്നെ ഇവിടെ വേണ്ട, ഇവിടെ ഒരു ഇത് പുതിയത് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയത് അർബൻ നെസ്റ്റ് ഇവിടെ 1 BHK ഉണ്ട്, പ്രീമിയം അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. പിന്നെ അത് കൂടാണ്ട് ചെറിയ വലുതായിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ് വേറെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ വീട് എത്തിയിരിക്കുകയാണ്. റൈറ്റിൽ കാണുന്ന അപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ. മൂക്ക് മുറിക്കില്ലേ നീ? മതിയല്ലേ? മതിയാ?